ദേശീയപാത ഉദ്ഘാടനത്തിലെ അവഗണനയിൽ പ്രതിഷേധ റോഡ് ഷോ നടത്താൻ പോകുന്നു മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ദേശീയപാതയിൽ റോഡ് ഷോ നടത്തും. 12 മണിക്ക് രാമനാട്ടുകരയിൽ നിന്നും റോഡ് ഷോ തുടങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത, അതിൽ ഒരു പുതിയ പോർമുഖം തുറക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ദേശീയപാത ഉദ്ഘാടനത്തിൽ, അല്ലെങ്കിൽ ദേശീയപാത 2 റീച്ച് ഉദ്ഘാടനത്തിൽ കേരളത്തിന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് ക്ഷണമില്ല. ബാക്കി എം പി രാജേഷിന് മുഖ്യമന്ത്രിക്കൊക്കെ ക്ഷണമുണ്ടെങ്കിലും കെ കൃഷ്ണൻകുട്ടിക്ക് അടക്കമുള്ള ക്ഷണമുണ്ടെങ്കിലും പൊതുമരാമത്ത് മന്ത്രി എന്ന് പറയുന്നത് ദേശീയപാത നിർമ്മാണത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ആളാണ്. അത് മുഹമ്മദ് റിയാസോ മറ്റാരോ, എ ഓർ ബി, നേരത്തെ റിയാസ് തന്നെ പറഞ്ഞ എ ഓർ ബി കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയാണ്. അത് ക്ഷണം ഉണ്ടാവേണ്ടതാണ്. ആ ക്ഷണം ഉണ്ടായിട്ടില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ തന്നെ, മുഖ്യമന്ത്രിയും ബാക്കി 2 മന്ത്രിമാരും കൂടെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. അതിന് പിന്നാലെയാണ് അതിനെ ഒരു റോഡ് ഷോ നടത്താൻ പോകുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് ദേശീയപാതയിൽ റോഡ് ഷോ നടത്താൻ പോകുന്നു എന്നുള്ളതാണ്. ദീപക് ധർമ്മട വിവരങ്ങൾ വെച്ചാൽ, ദീപക്, കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയെ ദേശീയപാത ഉദ്ഘാടനത്തിന് വിളിക്കേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കം അക്കാര്യത്തിലില്ല. ഇനി BJP സംസ്ഥാന അധ്യക്ഷൻ എന്തൊക്കെ പറഞ്ഞാലും അപ്പോൾ അത് രാഷ്ട്രീയവാദമാകുന്നു. അതിനെ ചെറുക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനം, അല്ലേ ദീപക്? ഹാഷ്മി പറഞ്ഞത് തന്നെയാണ്. അതായത് കേരളത്തിൽ അടച്ചുപൂട്ടിപ്പോയ ദേശീയപാതയുടെ ഓഫീസ് വീണ്ടും തുറപ്പിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഈ സർക്കാർ തന്നെയാണ്. അത് എല്ലാവരാലും പ്രകീർത്തിക്കപ്പെട്ടതാണ്. അത് ദേശീയ ഉപരിതല ഗതാഗത മന്ത്രി കൃത്യമായി പറഞ്ഞതാണ്. പലകുറി കേരളത്തെ അഭിനന്ദിച്ചതാണ് നിതിൻ ഗഡ്കരി. പക്ഷേ എന്നാൽ ഉദ്ഘാടനത്തോട് അടുക്കുമ്പോൾ നിതിൻ ഗഡ്കരി വരുന്നില്ല, അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നില്ല. മാത്രവുമല്ല, കേരളത്തിന്റെ ഏകോപന ചുമതലയുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ മന്ത്രിയെ അതിൽ നിന്നും വെട്ടിമാറ്റിയിരിക്കുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷന് വേണ്ടിയാണ് വെട്ടിമാറ്റിയതെന്ന് മുഹമ്മദ് റിയാസ് രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ കേരളം കടുത്ത പ്രതിഷേധം അറിയിക്കുന്നു. മുഖ്യമന്ത്രി ഇതാദ്യമായി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ എയർപോർട്ടിലേക്ക് പോകുന്നില്ല. അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്ത് തുടരുന്നു, കൊച്ചിയിലേക്കില്ല. മാത്രവുമല്ല, ഏറ്റവും പുതിയ ഒരു പ്രതിഷേധ മാർഗവുമായി കേരളം ദേശീയപാതയിലേക്ക് ഇറങ്ങുന്നു. 12 മണിക്ക് മന്ത്രി മുഹമ്മദ് റിയാസ് നയിക്കുന്ന റോഡ് ഷോ രാമനാട്ടുകരയിൽ നിന്ന് ആരംഭിക്കുകയാണ്. അതായത് ദേശീയപാതയുടെ ഒരു റീച്ച് പണി പൂർത്തിയാക്കിയതിന്റെ 2 റീച്ചുകളുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. ആ പരിപാടിയിൽ നിന്നാണ് ഈ വകുപ്പിന്റെ മന്ത്രി, പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയത്. അതിലുള്ള പ്രതിഷേധ സൂചകം എന്ന് തോന്നിപ്പിക്കുമാറാണ് മന്ത്രി മുഹമ്മദ് റിയാസ് റോഡ് ഷോ നടത്തുന്നത്. രാമനാട്ടുകരയിൽ നിന്നും റോഡ് ഷോ ആരംഭിക്കും. കോഴിക്കോട് നഗരഹൃദയത്തിലൂടെ നീങ്ങി അത് മലാപ്പറമ്പും പിന്നിട്ട് അത് കഴിഞ്ഞ് അത് വെങ്ങളം വരെ പോകുന്നു. ഈ റീച്ചിൽ പണി പൂർത്തിയായ ഒരു പ്രധാന മേഖലയാണത്. അങ്ങനെ നോക്കുമ്പോൾ കൃത്യമായി കേന്ദ്രവുമായുള്ള ഏറ്റുമുട്ടലിന് ഈ അവഗണന കേരളത്തോടുള്ള അവഗണനയാണ്, കേരളത്തെ അവഹേളിക്കലാണെന്ന് മന്ത്രിമാരെല്ലാം ഏകസ്വരൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷമുള്ള പരസ്യമായ യുദ്ധപ്രഖ്യാപനമായി നമുക്ക് ഈ റോഡ് ഷോവിനെ ഒരു രാഷ്ട്രീയ യുദ്ധപ്രഖ്യാപനമായി നമുക്ക് കാണാവുന്നതാണ്. ഹാഷ്മി, ഓക്കെ. അപ്പോൾ അത് രാഷ്ട്രീയ പോർമുഖം തന്നെ തുറക്കുകയാണ്. പൊതുമരാമത്ത് മന്ത്രിയെ ഒഴിവാക്കി, ക്ഷണിച്ചില്ല, അവഗണിച്ചു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പൊതുമരാമത്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ അതേ ദേശീയപാതയിൽ റോഡ് ഷോ ഉറപ്പായും അതൊരു ശക്തിപ്രകടനമാക്കും, അല്ലെങ്കിൽ പ്രതിഷേധത്തിന്റെ സൂചകമാക്കും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.